ഇപ്പോൾ സമയം രാത്രി 11 മണി. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടി. ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറിയായിരുന്നു സ്പെഷ്യൽ. ഞങ്ങൾ അത്താഴമൊക്കെ കഴിഞ്ഞ് കിടന്നതാണ്. കിടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ബ്രെഡ് ഉണ്ടല്ലോ എന്ന കാര്യം ഓർത്തത്. ചോറ് ഓൾറെഡി കഴിച്ചതാണ്, അത് ഇത്തിരി നേരത്തെ ഞങ്ങൾ കഴിച്ചു. അപ്പം പിന്നെ ഓർത്തു ബ്രെഡും നെയ്യും കൂടി അങ്ങ് റോസ്റ്റ് ചെയ്ത് ചിക്കൻ കറിയായിട്ട് അങ്ങ് തട്ടിയാലോ എന്ന്. അങ്ങനെ ഞാനും ബിൻചേട്ടനും കൂടി അങ്ങ് എണീറ്റ് കിച്ചണിൽ വന്ന് ബ്രെഡും നെയ്യുമായിട്ടുള്ള അംഗം വെട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവേ ഇങ്ങനെ കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ദിലീപേട്ടൻ്റെ തിളക്കം മൂവിയില്ലേ, അതിൽ ഇതേപോലെ ദിലീപിന് ബ്രെഡ് റോസ്റ്റ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും കാവ്യ മാധവൻ ഇതേപോലെ നെയ്യൊക്കെ തേച്ചിട്ട് തേപ്പ് കൂട്ടി വെച്ച് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇടയ്ക്ക് ഞാൻ അതുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടുന്നത് തേപ്പ് കൂട്ടിയിൽ ചെയ്യുമ്പോൾ തന്നെ കേട്ടാ. പിന്നെ തേപ്പ് പൊട്ടിയാണ്, കറൻറ്റാണ്, പിന്നെ ധൈര്യം കുറവ് കാരണം പതിയെ ആ പരിപാടി അങ്ങ് നിർത്തി. ഈ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കെട്ടിയനൊരാഗ്രഹം, എന്നാൽ പിന്നെ ബ്രെഡ് അങ്ങ് ആവി കയറ്റിയാലോ എന്ന്. പുള്ളിക്കാരന് പണ്ടേ ഇഷ്ടമാണ് ബ്രെഡ് ആവി കയറ്റിയതും ചിക്കൻ കറിയും കഴിക്കുന്നത്. എന്നാൽ പിന്നെ ബാക്കിയുള്ള ബ്രെഡ് അങ്ങ് ആവി കയറ്റാമെന്ന് കരുതി. അങ്ങനെ തൊട്ടടുത്ത സ്റ്റൗവിലേക്ക് ഇഡലി പാത്രം എടുത്തു വെച്ചു. പതിയെ അങ്ങ് ബ്രെഡ് അങ്ങ് ആവി കയറ്റാൻ തുടങ്ങി. ഇങ്ങനെ ആവി കയറ്റി കഴിക്കുന്ന ബ്രെഡിനോട് എനിക്കങ്ങനെ താല്പര്യമൊന്നുമില്ല. എനിക്കിങ്ങനെ നെയ്യൊക്കെ തേച്ച് ബ്രെഡ് കഴിക്കുന്നതാണ് പണ്ടേ ഇഷ്ടം. ഈ കാണുന്നതാണ് ചിക്കൻ കറി, എൻ്റെ സ്വന്തം ചിക്കൻ കറി. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല കേട്ടാ. നല്ല രീതിയിൽ ആവിയേറിയ ബ്രെഡ്. ആഹാ, എന്താ രസം കാണാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബ്രെഡും ചിക്കൻ കറിയും കൂടി കഴിക്കുക എന്നതാണ്. അങ്ങനെ ബ്രെഡും ചിക്കനും തട്ടി പ്ലേറ്റിലാക്കി. ഇത് ഞാനും ബിൻചേട്ടനും മാത്രം കഴിച്ചാൽ പോരാ, എൻ്റെ അച്ഛനും കഴിക്കണം. എൻ്റെ അച്ഛനാണെങ്കിൽ ചോറൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നു. അങ്ങനെ വിടുമോ? ബ്രെഡ് ആവിയേറ്റിയല്ലേ. അച്ഛനെ ഞാൻ പോയി വിളിച്ച് കുറേ തവണ വിളിച്ച് വരാൻ. അച്ഛന് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ നിർബന്ധിച്ച് വിളിച്ച്. ദേ വന്ന് നിൽക്കണം നോക്കിക്കേ. അച്ഛനെ കൊണ്ട് തന്നെ ഞാൻ ആദ്യം കഴിപ്പിച്ച്. എങ്ങനെയുണ്ട് എന്നതിൻ്റെ തലയാട്ടാണ് കണ്ടത്. 2 പേർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഞാൻ ചിക്കൻ കറി കൂട്ടി ബ്രെഡ് കഴിക്കാറില്ല, എനിക്ക് ബ്രെഡ് റോസ്റ്റ് മതി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.